ദൈവനാമം മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. എനിക്ക് 65 വയസ്സ് ഈ ഡിസംബർ വരുമ്പോഴായി. ഞാൻ ഒത്തിരി ആത്മീയമായിട്ട് ദൈവത്തെ ആരാധിച്ച് നടന്ന ആളായിരുന്നു. ഞാൻ ഒരു റോമൻ കത്തോലിക്കനായിരുന്നു. മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഉപവാസത്തോടു കൂടി വേളാങ്കണ്ണി യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ആരെങ്കിലും പണം ഇല്ല എന്ന് പറഞ്ഞാലും ഞങ്ങൾ പണം ഞങ്ങളുടെ കയ്യിൽ നിന്നെടുത്ത് നടന്ന ആളായിരുന്നു. അങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഒത്തിരി തകർച്ചകൾ വന്നു. ആ തകർച്ചകളിലൂടെ എല്ലാം എനിക്ക് തന്നതെല്ലാം ദൈവം തിരിച്ചെടുത്തു. സാമ്പത്തികം, ശാരീരികം, മാനസികം, മക്കളെ, ഭാര്യയെ എല്ലാം. ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ സത്യദൈവത്തെ അറിയാൻ കാരണമായത്. അറിഞ്ഞ് ഞാൻ ആലപ്പുഴ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് പെട്ടു. അവിടെ ചെന്നു യേശുവിനെ അറിഞ്ഞു, യേശുവിലേക്ക് സമർപ്പിച്ചു. യേശുവിൻ്റെ അടുത്ത് ഞാൻ ചെല്ലുമ്പോൾ മദ്യപാനം നിർത്തുവാനാണ് ഞാൻ അവിടെ ചെന്നത്. പക്ഷെ എനിക്ക് തന്നത് വേറെ 2 അനുഗ്രഹമാണ്, രോഗശാന്തിയാണ്. എൻ്റെ കള്ളുകുടിച്ച് ഞാൻ വീണ് എൻ്റെ റൈറ്റ് സൈഡ് ഡിസ്ക് പൊട്ടിയിരുന്നാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്തായിരുന്നു അത് പറ്റിയത്. 5 കിലോ വെയിറ്റ് പോലും എനിക്ക് എടുക്കാൻ പാടില്ലായിരുന്നു. അന്ന് എന്നെ 3-ാം ദിവസം കൗൺസിൽ ചെയ്ത് എനിക്ക് ആ സൗഖ്യം തന്നു. അതുകൂടാതെ എൻ്റെ ഇയർ ബാലൻസ് പോയായിരുന്നാണ്, അതും ആ കൂട്ടത്തിൽ എനിക്ക് ആ 2 സൗഖ്യവും 3-ാം ദിവസം എനിക്ക് തന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് എനിക്ക് തോന്നി, ഞാൻ ഇത്രയും നാളും സ്നേഹിച്ച ദൈവമല്ല ഈ ദൈവം ഒന്നുള്ളൂ. ആ ദൈവത്തെ അനുസരിച്ചാലാണ് ദൈവം നമ്മുടെ കൂടെയുള്ളൂ എന്നുള്ളത് എനിക്ക് ബോധ്യമായി. ആ ദൈവത്തോട് ഞാൻ പറഞ്ഞു, ഇനി അങ്ങ് തരുന്ന ആയുസ് കാലം വരെ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 1 മാസം കൂടി ജീവിച്ചിരിക്കുകയുള്ളൂ. അത്രയ്ക്ക് മോശമായിരുന്നു എൻ്റെ അവസ്ഥ. ആഹാരമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇനിയുള്ള കാലം അങ്ങ് തരുന്ന ആയുസ് വരെ ഞാൻ അങ്ങേക്ക് വേണ്ടി വേല ചെയ്തോളാം എന്ന് മാത്രം ഞാൻ പറഞ്ഞോളൂ. ഒത്തിരി പണം മുടക്കി ഞാൻ എൻ്റെ ഇയർ ബാലൻസ്, ഈ ഡിസ്ക് പൊട്ടിയതിനെല്ലാം ഞാൻ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ്. പക്ഷെ ഒന്നും എനിക്ക് വിടുതൽ കിട്ടിയില്ല. അപ്പോൾ 1 രൂപ പോലും എനിക്ക് മുടക്കില്ലാതെ ആ തന്ന സൗഖ്യം തന്ന ദൈവത്തിനെ, യേശുവിനെ ഞാൻ ഇനി സ്വീകരിച്ചു കൊള്ളാം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അവിടുന്ന് തുടങ്ങി ദൈവം എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. എനിക്ക് വായിക്കുവാനോ പാടുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും അറിയില്ലായിരുന്നു. കാരണം ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് വേളാങ്കണ്ണി പോകുന്നുണ്ടെങ്കിലും ഞാൻ അവരുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയും പാടുകയും ഇതൊക്കെ ചെയ്യുള്ളായിരുന്നു. ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കുവാനോ പാടുവാനോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഓരോന്നും ദൈവം എനിക്ക് പഠിപ്പിച്ച് തന്നു. ഇപ്പോൾ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം എൻ്റെ പോയത് എല്ലാം എനിക്ക് തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഒന്നുമില്ലെങ്കിലും സന്തോഷമായിട്ട് ദൈവത്തെ സ്വീകരിച്ച് യേശുവിനോട് ചേർന്ന് യേശുവിന് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ച്, യേശുവിൻ ഇത്രയും എന്നെ നടത്തിയ യേശുവിന് വേണ്ടിയിട്ട് ഇനിയും ഞാൻ ജീവിക്കും എന്ന് ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു. കാരണം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടും. ഞാൻ അതിന് സാക്ഷിയാണ്. കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു മക്കളുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ മദ്യപാനികൾക്കും ആഗ്രഹമുണ്ട് മദ്യപാനം നിർത്തണമെന്ന്. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്കും അവൻ ഏതെങ്കിലും കാരണവശാൽ എവിടെയെങ്കിലും ചാടി വീഴും. പക്ഷേ നമുക്കങ്ങനെ തോന്നുമ്പോൾ ഒരാൾ നമ്മൾ പിന്തുണാൻ, ഒന്നൊരു താങ്ങ് തരാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് രക്ഷപ്പെടും. അങ്ങനെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, മദ്യപാനികൾക്ക് എല്ലാവർക്കും. അങ്ങനെ ഏതെങ്കിലും മക്കളുണ്ടെന്നുണ്ടെങ്കിലും ഇനിയായാലും ഞങ്ങളുടെ പിന്തുണ ഉണ്ടാവും. അങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, 1 പൈസ പോലും മുടക്കില്ലാതെ ഞങ്ങളവിടെ കൊണ്ടുപോയി നല്ല മക്കളായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ ഏതെങ്കിലും മക്കളുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ജോയി പാസ്റ്റർ ആരെങ്കിലും സമീപിച്ചാൽ ഞങ്ങൾ തിരിച്ചു തരുന്നതായിരിക്കും. നല്ലൊരു മക്കൾ എത്ര കാലം വേണമെങ്കിലും അവിടെ നിൽക്കാം. ഞാൻ 1.5 വർഷം അവിടെ നിന്നാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് 17/7/2022 ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത്. സത്യം അറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സമനില തെറ്റിപ്പോയി. കാരണം നമ്മളെല്ലാം ഞങ്ങളുടെ റോമൻ കത്തോലിക്കർ പഠിപ്പിക്കുന്നത് തെറ്റായ രീതിയിൽ ആണ് എന്നുള്ളത് ബോധ്യമായപ്പോൾ എനിക്ക് ആ ദൈവത്തിനെ, ആ യേശുവിനെ സ്വീകരിക്കുവാനുള്ള ആ ഒരു മനസ്സ് എനിക്ക് കിട്ടി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞാനൊരു ചെറിയ തൊഴിലിന്
തിങ്കളാഴ്ച തുടങ്ങി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. സ്വതന്ത്രം.